ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ ഒരു പോസിറ്റീവ് ലക്ഷണം തന്നെയാണ് ആദ്യവട്ട ചർച്ച കഴിഞ്ഞപ്പോൾ ഒമാന്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ ഇറാന്റെ ഭാഗത്തു നിന്നും അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ആഴ്ചകളായിട്ട് അമേരിക്കൻ ഭാഗത്തു നിന്ന് ഇറാനെതിരെ കടുത്ത ഭാഷയിലുള്ള വിമർശനങ്ങളും സൈനിക ഭീഷണികളും ഉയർന്ന സാഹചര്യത്തിലാണ് ഈ ചർച്ച നടക്കുന്നത്. കപ്പൽ വ്യൂഹങ്ങൾ, യുദ്ധവിമാനങ്ങൾ, ശക്തി പ്രകടനങ്ങൾ, ഒരു സമ്മർദ്ദത്തിന്റെ ഭാഗമായിട്ട് ഇത് ആ മേഖലയിൽ തുടർച്ചയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ളത് നമ്മൾ ദിവസേനയുള്ള വാർത്തകളിൽ നിന്ന് അറിയുന്നുണ്ട്. അതേസമയം ഇറാൻ നൽകുന്ന മറ്റൊരു സന്ദേശമുണ്ട്. ഞങ്ങളൊരു ചർച്ചയുടെ വാതിൽ പൂർണ്ണമായും അടച്ചിട്ടില്ല. സ്വന്തം പരമാധികാരവും ദേശീയ സുരക്ഷയും വിട്ടുകൊടുക്കാതെ നയതന്ത്രം തുടരാമെന്ന നിലപാടിലാണ് അവർ ഇപ്പോൾ നിൽക്കുന്നത്. അതേസമയം ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അഗ്രാച്ചി പറഞ്ഞ മറ്റൊരു കാര്യം വളരെ നിർണായകമായ ഒരു കാര്യമാണ്. താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ടുള്ള ഒരു സംഭാഷണത്തിലൂടെ ഏതെങ്കിലും രീതിയിൽ പരിഹാരം തേടാൻ ഇറാൻ തയ്യാറാണ് എന്നുള്ള ഒരു വളരെ വിശാലമായ ഒരു നിലപാട് അദ്ദേഹം ഈ ഘട്ടത്തിൽ സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളത് മേഖലയെ സംബന്ധിച്ചിടത്തോളം ഏറെ ആശ്വാസമുണ്ടാകുന്ന കാര്യം തന്നെയാണ്. ഇത് കേവലം ഒരു വാക്കല്ല. ഒരു യുദ്ധത്തെ സംബന്ധിച്ചിടത്തോളം, ജിയോ പൊളിറ്റിക്സിനെ സംബന്ധിച്ചിടത്തോളം ഇത് കേവലം ഒരു വാക്കല്ല. നീണ്ട കാലമായിട്ടുള്ള പാശ്ചാത്യ ഉപരോധങ്ങൾ ഇറാന്റെ സാമ്പത്തിക വ്യവസ്ഥയെ കാര്യമായിട്ട് ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്കൊക്കെ അറിയാം. കാരണം 1 കിലോ കോഴിയിറച്ചിക്ക് ഇറാനിൽ വില 3 ലക്ഷം ഇറാൻ റിയാലാണ്. അതിന്റെ പ്രധാന കാരണം ഇത്തരത്തിലുള്ള ഉപരോധങ്ങൾ തന്നെയാണ്. അതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. ഈ ഉപരോധത്തിന് ഇളവ് ലഭിക്കുന്ന പക്ഷം ആണവ പദ്ധതിയെ കുറിച്ചുള്ള ഒരു ധാരണയിൽ എത്താനാണ് അമേരിക്കയും ഇറാനും ശ്രമിക്കുന്നത് എന്നാണ് നിലവിലെ സാഹചര്യത്തിൽ ഇതുവരെ നടന്നുള്ള ചർച്ചയിൽ നിന്ന് നിരീക്ഷകരൊക്കെ വിലയിരുത്തുന്നത്. അതേസമയം ഇത്തരത്തിലുള്ള ഇളവുകൾ പ്രതീക്ഷിക്കുന്നത് ഒരിക്കലും സമ്മർദ്ദത്തിന് വഴങ്ങിക്കൊണ്ടാവില്ല എന്നുള്ള ഒരു ധീരമായ നിലപാട് ഇറാൻ ഇതേ സമയം സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളതും വളരെ പ്രത്യേകതയുള്ള ഒരു കാര്യമാണ്. അതേസമയം അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഒരു ഔദ്യോഗിക വിശദീകരണമൊന്നും ഇതിനെ സംബന്ധിച്ച് ഇതുവരെ വന്നിട്ടില്ല. ചില സമയങ്ങളിൽ മൗനവും ഒരു ആയുധമാണല്ലോ. ഒരു പക്ഷേ ആ ആയുധമായിരിക്കാം നിലവിൽ അവർ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. യുദ്ധം ഉണ്ടാകുക എന്നുള്ളത് വളരെ എളുപ്പമുള്ള കാര്യമാണ്. പക്ഷെ അതിന്റെ റിറ്റാലിയേഷൻ അനുഭവിക്കുന്നത് മുഴുവൻ ജനങ്ങളായിരിക്കും. ഏത് രാജ്യത്തായാലും ഏത് നാട്ടിലായാലും ദുരന്തങ്ങളെല്ലാം അനുഭവിക്കുക ജനങ്ങളായിരിക്കും. അത്തരമൊരു ദുരന്തം ഏറ്റുവാങ്ങാനുള്ള ഒരു ശേഷി നിലവിൽ എന്തായാലും മിഡിൽ ഈസ്റ്റിന് ഇല്ല എന്നത് നമുക്കൊക്കെ അറിയുന്ന കാര്യമാണ്. മസ്കറ്റിലെ ഈ ചർച്ചകൾ വലിയ പ്രഖ്യാപനങ്ങളോ മറ്റൊന്നുമില്ലാതെ വളരെ നിശബ്ദമായി അവസാനിപ്പിച്ചെങ്കിലും ഇത് നമ്മളെ ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുന്നുണ്ട്. കയ്യൂക്ക് ഒന്നിനും ഒരു പരിഹാരമല്ല. ചർച്ചകൾക്കുള്ള ഇടം നൽകുന്നവർക്കാണ് എപ്പോഴും ഒരു വലിയ പ്രശ്നത്തെ ഒരു പരിധി വരെയെങ്കിലും ഇല്ലാതാക്കാൻ സാധിക്കൂ എന്നാണ് ഇന്നത്തെ ചർച്ചയിൽ നിന്ന് നമുക്ക് നോക്കിക്കാണാവുന്ന ഒരു കാര്യം. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത